ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ ദോഹയിലെ പ്രശസ്തമായ സൂക്ക് വാക്കിഫിലാണ്. ആദ്യം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് നോക്കൂ. പഴയ അറേബ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, മണൽ നിറത്തിലുള്ള ഭിത്തികൾ, മരവാതിലുകൾ, പരമ്പരാഗത ലൈറ്റുകൾ. ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു അറബ് ഗ്രാമത്തിലൂടെ നടക്കുന്നത് പോലെ തോന്നും. ഫാൽക്കൺ മാർക്കറ്റ് ഈ മനോഹരമായ സൂക്ക് വാക്കിഫിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ മാർക്കറ്റിനുള്ളിലേക്ക് കടക്കാം. ഇവിടെയുള്ള ഓരോ കടയിലും ഫാൽക്കണുകളെയാണ് കാണുന്നത്. ഖത്തറിൻ്റെ ദേശീയ പക്ഷിയാണ് ഫാൽക്കൺ. പഴയകാലത്ത് ബെഡുവിൻ ഗോത്രവർഗക്കാർ മരുഭൂമിയിൽ ഭക്ഷണത്തിനായി പക്ഷികളെ വേട്ടയാടാൻ ഫാൽക്കണുകളെ പരിശീലിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇന്നും ഫാൽക്കൺ വളർത്തലും പരിശീലനവും ഖത്തറിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മളൊരു കടയിലേക്ക് കയറി. നോക്കൂ, ഓരോ ഫാൽക്കണിൻ്റെ തലയിലും ഒരു ചെറിയ ഹൂഡ് ധരിച്ചിരിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അവ ശാന്തമായിരിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ചില ഫാൽക്കണുകൾ വളരെ അപൂർവ ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ വില ആയിരക്കണക്കിന് റിയാൽ മുതൽ ലക്ഷക്കണക്കിന് റിയാൽ വരെ എത്താറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഈ ഫാൽക്കണുകൾ എവിടെ നിന്നാണ് വരുന്നത്? ഇവയിൽ ചിലത് പ്രാദേശികമായി വളർത്തുന്നതാണ്, ചിലത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക ഇനങ്ങളായിരിക്കും. പിന്നീട് അവയെ പ്രത്യേക പരിശീലനം നൽകി മത്സരങ്ങൾക്കും വേട്ടകൾക്കുമായി തയ്യാറാക്കുന്നു. ഫാൽക്കൺ ഇവിടെ ഒരു സാധാരണ വളർത്തുപക്ഷി മാത്രമല്ല, അത് ഒരു അഭിമാന ചിഹ്നമാണ്. ചില ആളുകൾ ഫാൽക്കണുകളെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ പരിചരിക്കുന്നു. അതിന് തെളിവാണ് ഇവിടെ കാണുന്ന ഒരു പ്രത്യേക ഫാൽക്കൺ ഹോസ്പിറ്റൽ. അത് ഫാൽക്കണുകൾക്കായി മാത്രമുള്ള ആശുപത്രി. മാർക്കറ്റിൽ പക്ഷികൾ മാത്രമല്ല, ഫാൽക്കൺ വളർത്താൻ ആവശ്യമായ ഹൂഡുകൾ, കയ്യുറകൾ, കാൽ ബെൽറ്റുകൾ, പരിശീലന ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി എല്ലാം ഇവിടെ ലഭ്യമാണ്.